പക്ഷെ എൻ്റെ വഴി എന്താന്ന് എനിക്കറിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. നിന്റെ ഭർത്താവ് 55 വയസ്സിൽ മരിക്കും, പക്ഷെ നീ വിധയാവില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താ അത്? പലതും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും കുറ്റപ്പെടുത്തേണ്ടി വരും. അതിൽ എൻ്റെ അമ്മ പോലും എൻ്റെ സഹോദരങ്ങൾ പോലും പെടും. അവരെ നാവിലാണ് ദേവി ഇരിക്കുക എന്നാ പറയാ. ഒരു വിഭാഗക്കാർക്ക് അങ്ങനെ ഉണ്ട്, അവരുടെ നാവിലാണ് ദേവി. ഒന്നിറങ്ങി 2 മണിയായപ്പോൾ എനിക്കിങ്ങനെ തലോടണ ഒരു ഫീല്. ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്റെ മുമ്പിൽ വരണ 95% കേസ് അഭിചാരങ്ങളെ കൊണ്ടുണ്ടായുള്ളതാ. ഇവളെന്നെ കാണാൻ വന്ന അന്ന് രാത്രി എന്റെ കഴുത്തിൽ പിടിച്ച് ചവിട്ട. അകാരം ഉകാരം അകാരാണ് ഓംകാരം. ഓം അറിഞ്ഞു ജപിച്ചാൽ അവൻ ആരാണ്? ബ്രഹ്മമായി. അമിതമായിട്ട് ഭക്തി കാണിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടോ? അമിതമായിട്ട് ഭക്തി, ആ വെറുടായിപ്പ. അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ 2 മക്കൾ എനിക്ക് ഇപ്പൊ കൂടെ ഇല്ല. വിഷമം തോന്നുന്ന കാരണം ഒരു അമ്മേനെ ഒരു മകൻ സ്നേഹിക്കണത് കണ്ടിട്ട്. ഞാനും ഒരു അമ്മയാണ്. അതേപോലെ ദേവിയുടെ ഒരു വിഗ്രഹം ഒരുത്ത ഒരാൾ ഞങ്ങൾ ഭഗവതിനെ ഈ ബാലനെ ഉറപ്പിക്കണ സമയത്ത് എനിക്ക് പൊന്തണില്ല. ഈ കൈ കൊണ്ട് ഞാൻ താങ്ങിയിട്ട് പൊന്താതെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇവരോട് ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചു, ഒന്ന് പിടിച്ചു വെക്കിയെന്ന് പറഞ്ഞു. പണിക്കുള്ള ആൾ ദേവിനെ പിടിച്ചു വെച്ചു. പണിക്കുള്ള ആൾ ദേവിനെ മന്ത്രം ജപിച്ചിട്ടാണ് പിടിച്ചു വെച്ചു. അവരെ നാവിലാണ് ദേവി ഇരിക്കുക എന്നാ പറയുക. ഒരു വിഭാഗക്കാർക്ക് അങ്ങനെ ഉണ്ട്, അവരുടെ നാവിലാണ് ദേവി. നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ല. കാരണം ഇത് പിറ്റേ ദിവസമാണ് എല്ലാതും. ഇതിന് അളവ് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് അവർ വെച്ചതാണ്. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. കുടിവെപ്പ് രീതിയിലാണ് വെച്ചത്. പീഠപ്രതിഷ്ഠ ഇല്ല. കുടിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഭഗവതി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ചുട്ട മീനിൻ്റെ മണം വരിക മൂക്കിൽ. ചുട്ട ഇറച്ചിയുടെയൊക്കെ മണം വരിക. എനിക്ക് ചുട്ട മീൻ കഴിക്കണം. ഞാനാണെങ്കിൽ ഇറച്ചി മീനും കഴിക്കില്ല. ഭഗവതിയുടെ ചൈതന്യം വന്നാൽ പിന്നെ കഴിക്കില്ല. അപ്പം ഇതൊക്കെ കഴിക്കണം എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് ചുട്ട മീൻ്റെ മണമാണ് മൂക്കിലടിക്കണം. ഞാൻ അമ്മയോട് ചോദിച്ചാൽ എന്താ അമ്മേ ചുട്ട മീൻ്റെ മണം വരുന്നത്? ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇരിക്കണതെന്ന് പറഞ്ഞു എന്നോട്. നിനക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇരിക്കണത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ അതങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ഇങ്ങനെയാണ് ഇരുത്തിയേക്കണത്. ഞാൻ ആ ഒരു മന്ത്രം ജപിച്ചിട്ടാണ് എന്നെ ഇരുത്തിയേക്കണത്. ഇനി എന്താ അമ്മേ പരിഹാരം ചോദിച്ചപ്പോൾ നീ തന്നെ ഇതെല്ലാം ചൈതന്യത്തെ ആവാഴ്ച ജലാധിവാസം ചെയ്തിട്ട് ചൈതന്യത്തെ ആവാച്ച് മാറ്റിയിട്ട് ബിംബം ജലാധിവാസം ചെയ്ത് ജലശുദ്ധി കഴിച്ചിട്ട് നീ എന്നെ വീണ്ടും പ്രാണപ്രതിഷ്ഠ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ കൈ മൊത്തം നീരാ, ഇത്ര ആയിട്ടുണ്ട് നീര്. ഈ കൈ പൊന്താണ്ടായപ്പോഴും ഞാൻ ചോദിക്കണത് കേട്ടോ, അതുവരെ ഞാൻ ചോദിക്കണില്ല. അങ്ങനെ ചോദിച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് പൊങ്ങാണ്ടല്ലേ ഞാൻ ഇവരെ വിളിച്ചത്. അപ്പോൾ ഈ ഒരു കയ്യിൽ ഇത്രയും നീരാ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ പ്രതിഷ്ഠിച്ചു. ഒരൊറ്റ കൈ കൊണ്ട് ഈ ഒരു കൈ കൊണ്ട് പ്രതിഷ്ഠിച്ചു, എടുത്തു വെച്ച് പ്രതിഷ്ഠിച്ച വൈകുന്നേരം നീ കാടാമ്പുഴയ്ക്ക് വായോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴ പോയി. ഞാൻ പറഞ്ഞു എനിക്കൊരു 10 പൈസ ഇല്ല കേട്ടോ ആ സമയത്ത്, ഒറ്റ പൈസ ഇല്ല. അപ്പോൾ ഞാൻ വിഷമിച്ചിട്ട് ഞങ്ങൾ ഇവരുടെ ഫ്രണ്ടിൻ്റെ നിന്ന് 1500 രൂപ കടം വാങ്ങിയിട്ടാണ് പോയെടുക്കണം. അപ്പോൾ സത്രത്തിൽ റൂം എടുക്കാൻ പറഞ്ഞു എന്നോട് ദേവി. അപ്പോൾ ഞാൻ റൂം എടുത്തു. അപ്പോൾ 11 മണി വരെ എൻ്റെ കയ്യിൽ നീരുണ്ട്. കാരണം ഇവരെൻ്റെ 10 മണിക്കൊക്കെ തൈലിട്ട് ഉഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വയ്യെങ്കിലും ഏത് രാത്രി അർദ്ധരാത്രി പുലർച്ചെയാണെങ്കിലും എന്നെ വളരെയധികം കെയർ ചെയ്യും പുള്ളി. അതാണ് ജീവിതത്തിൽ ഏറ്റവും കിട്ടിയൊരു ഭാഗ്യം. ഞങ്ങൾ തമ്മിൽ കുറുമ്പും കലഹവും കുന്നായ്മൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഭാഗ്യം എന്താ വെച്ചാൽ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഈശ്വരനോട് നന്ദി പറയാം. കാരണം കഴിഞ്ഞ ജീവിതത്തിൽ ഇല്ലാത്ത എല്ലാതും ഈ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനൊരു ഭാഗ്യം തന്നു. കുറുമ്പൊക്കെ കുഞ്ഞ് കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പൊരുത്തപ്പെടാവുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോർക്കും ആളെ കയ്യിൽ നിന്ന് എനിക്കുണ്ടെങ്കിലും പൊരുത്തപ്പെടാവുന്ന ചെറിയ ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. പക്ഷേ ഏത് അർദ്ധരാത്രിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വേദന കൊണ്ട് ഞാനിങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഒന്നിറങ്ങി 2 മണിയായപ്പോൾ എനിക്കിങ്ങനെ തലോടണ ഒരു ഫീല്. ശരിക്കും തലോടണ ഫീല്. മൂക്കിലിങ്ങനെ മണം, നല്ലൊരു സുഗന്ധം അടിച്ചിട്ട് ഞാൻ ഇവരെ പെട്ടെന്ന് വിളിച്ചു. കാരണം ലേറ്റ് എനിക്ക് ഭയങ്കര സ്മെല്ലെടുക്കണു. എന്നെ ആരോ തൊട്ട ഫീല്. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ നീരുമില്ല, വേദനയില്ല, ഒന്നുമില്ല. അങ്ങനെ ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഭഗവതി എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട്, ചെറുതൊന്നല്ല, വലിയ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രേതബാധയൊക്കെയാണല്ലോ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഭയപ്പെടുത്തിയിട്ടുള്ള അതൊരു വട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ല ഒരു പെൺകുട്ടീനെ എണീപ്പിച്ച് നടത്തിയെന്നുള്ളത്. അപ്പോൾ ആ എണീപ്പിച്ച് നടത്തി വെക്കുമ്പോൾ ആ കുട്ടിക്കൊരു മരണബാധ വന്നതായിരുന്നു. അപ്പം അവരെന്നെ കാണാൻ വന്ന് പോയതിന് ശേഷം രാത്രി ഏൽക്കുമ്പോൾ അകത്ത് ആരോ നടക്കണ ഒരു ഫീല്. മരണബാധ എന്ന് പറഞ്ഞാൽ അത് മരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ് മാരണം. ഉച്ചാടന സ്തംഭനം ഒക്കെ ഉണ്ട്. സ്തംഭനം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന അല്ല. ആ മാരണം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, ചിലപ്പോൾ രോഗം വന്ന് മരിക്കും, ഒക്കെ ചെയ്യും. ഉച്ചാടനം പറഞ്ഞു കഴിഞ്ഞാൽ ദേശം വിട്ടിട്ട് വേറൊരു ദേശത്തേക്ക് ഓടിപ്പോവും.
സ്തംഭനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്തംഭിച്ചിട്ട് മലമൂത്രങ്ങളെല്ലാം സ്തംഭിച്ചിട്ട് നമ്മൾ മരണപ്പെടണതൊക്കെയാണ്. ഇങ്ങനെയാണ് ഈ ആഭിചാരത്തിൽ ഉള്ള ആഭിചാരം എപ്പോഴും ഉണ്ട്. കാരണം അത് എൻ്റെ മുമ്പിൽ വരണ 95% കേസ് ആഭിചാരങ്ങളെ കൊണ്ടുണ്ടായുള്ളതാണ്. റീഡിങ്ങിൽ പോലും എനിക്ക് ഒരുപാട് ആൾക്കാരുടെ റീഡിങ് വന്നതൊക്കെ ആഭിചാരങ്ങളെ കൊണ്ടുള്ള. അപ്പോൾ ആഭിചാരം അന്ധവിശ്വാസമല്ല. അഥർവവേദത്തിലുള്ളതിൽ 95% അഥർവം ആഭിചാരമാണ്. 4 ഗ്രന്ഥങ്ങൾ പറയണ്ടതിൽ 4ാമത്തെ ഗ്രന്ഥമായ അഥർവത്തിൽ ആഭിചാരമാണ്. അത് പ്രയോഗിക്കണ ഒരു പറ്റ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. ഇല്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ മോനെ, മോനക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല എങ്കിൽ അതില്ല എന്നാണോ? അല്ല, അല്ലല്ലോ. ഒരു ഊർജമുണ്ട്, അത് രാഹുൽ കണ്ടിട്ടില്ലെങ്കിൽ അതില്ല എന്നാണോ? അതവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വസ്തു അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ കാര്യം അവിടെ ഉണ്ട്. അത് പ്രൂവ് ചെയ്യണ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ടല്ലോ. നമുക്കറിയില്ല വെച്ചിട്ട് എനിക്കറിയില്ല. ഞാൻ അസല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അസല് കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചുമന്ന വസ്ത്രം കമ്മ്യൂണിസ്റ്റായിട്ട് ഇട്ടതല്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം എന്നുള്ളത് ചുമപ്പാണ്. കാരണം ചുമപ്പ് ചലനാത്മകമായിട്ടുള്ളതാണ്, ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എനർജറ്റിക്കാണ് ചുമപ്പ്. അതുകൊണ്ടാണ് ചുമപ്പ് ധരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തു ഇല്ലയെന്ന് വെച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് അല്ല. അപ്പോൾ ആഭിചാരം ഉണ്ട്. അപ്പോൾ ഈ കുട്ടി മരണപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ബന്ധു ചെയ്തതാണത്. അതുകൊണ്ടാണ് ഈ കുട്ടി തളർന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നത്. ഇവളെന്നെ കാണാൻ വന്ന അന്ന് രാത്രി എൻ്റെ കഴുത്തിൽ പിടിച്ച് ചവിട്ടാ, കാല് വെച്ച് ചവിട്ടി അമർത്തി. അപ്പോൾ രാത്രി ഇങ്ങനെ അകത്തിങ്ങനെ നടക്കണ ശബ്ദമാണ്. അപ്പോൾ ഞാൻ ചവിട്ടിയപ്പോൾ ഞാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞെട്ടി ഇങ്ങനെ എണീച്ച് രാത്രി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തേ? ഒന്നുമില്ല, പല്ലി വീണതാ മേലെന്ന് പറഞ്ഞു. ഞാൻ ഇന്നതാ സംഭവം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പല്ലി വീണതാ മേല് എന്ന് പറഞ്ഞു. ഇപ്പോഴും ചില ആവാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. ചിലവരുടെ ആവാഹനത്തിന് അഡ്വാൻസ് അവർ തന്നാൽ മാത്രം മതി. പല അനർത്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല അനർത്ഥങ്ങളും. ഭയപ്പെടുത്തണമെന്ന് വെച്ചാൽ നമ്മൾ അപകടത്തിൽ പോയി മരിക്കേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയണത് ഇല്ലാത്തൊരു വസ്തു നമ്മളില്ല എന്നല്ല, അതുണ്ട്, നമുക്കറിയില്ല എന്നുള്ളൂ, അതില്ല എന്നുള്ളതല്ല. അപ്പം നമ്മളുടെ വേദങ്ങളെക്കുറിച്ച് നമുക്കറിവില്ലെങ്കിൽ അത് അജ്ഞതയാണ്. നമ്മൾ അതിബൃഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാം ഉള്ളത്. അത് ഓം നമ ശിവായ എന്ന വാക്കുകൊണ്ട് തന്നെ പലതും ചെയ്യാൻ പറ്റും, പലതും ചെയ്യാൻ പറ്റും. ഓം എന്ന വാക്കുകൊണ്ട് തന്നെ പലതും ചെയ്യാൻ പറ്റും. ഒരാളെ ക്ലൻസ് ചെയ്യാൻ പോലും പറ്റും, ഓംകാരം മാത്രം മതി. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ, അയാളുടെ എനർജികളെ വീണ്ടും പോസിറ്റീവ് ആക്കാൻ ഓം എന്ന് പറയുന്നത് മാത്രം മതി. ഓം അറിഞ്ഞ് ജപിച്ചാൽ അവൻ ആരാണ്? ബ്രഹ്മമായി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ, അതോ അമ്മ പറഞ്ഞാൽ എന്ത് ഓം എന്ന്? ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരാളിരിക്കുന്ന ഞാൻ ഇവിടുന്ന് ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എനർജി അത് ഓം എന്നുള്ള വാക്കിന് അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അതായത് 3 വേദങ്ങളിൽ നിന്നാണ് ഓംകാരം ഉണ്ടായെന്നാണ്. യജുർവേദം, സാമവേദം, ഋഗ്വേദം, 3 വേദങ്ങൾ, 3 തത്വങ്ങളാണ്. അഗ്നി, വായു, ജലം. എന്നാൽ ആകാശതത്വം ഇല്ല അതിൽ. അപ്പം എവിടെ നിന്നുണ്ടായി? ആകാശത്തിൽ നിന്ന്. ഇത് 3 കൂടി അകാരം, ഉകാരം, മകാരാണ് ഓംകാരം. ഈ ഓം നിങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ പവർ വളരെ വേറെയാണ്. അതുകൊണ്ടാണ് ഈ ഭഗവതി പറഞ്ഞിട്ടൊരു പ്രണവോപാസന ഉണ്ട് നമ്മൾക്ക്. പ്രണവോപാസന ഉണ്ട്, ഒരു ബേൺ ഫയർ ഉണ്ട്. ഇതെല്ലാം എനിക്ക് ഭഗവതി തന്നതാണ്. ഈ ക്രിയായോഗയിലുള്ളതാണ് അത്ര ഈ ബേൺ ഫയർ. എനിക്ക് ക്രിയായോഗം അറിയില്ല. ഞാനൊരു ഗുരുക്കന്മാരുടെ കീഴിലോ ഒരു ആരുടെ കീഴിലോ ഒരു റേക്ക് പഠിക്കാനോ ഒരു അമ്മയുടെ അടുത്ത് പോയി. പക്ഷെ അത് എനിക്ക് ദോഷമായിട്ട് ഭാവിച്ചപ്പോൾ ഞാനത് നിർത്തി. ഫസ്റ്റ് അറ്റോൾമെൻ്റ് എടുത്തപ്പോൾ എനിക്ക്, കാരണം ഒരാളെ കർമ്മ എന്നിലേക്ക് വരും, അവരെ കൈ എൻ്റെ തലയിൽ വെച്ചപ്പോൾ അവരെ കർമ്മ എന്നിലേക്ക് വന്നു. അപ്പം ഞാൻ എന്താണ് അവരോട് പറഞ്ഞത് വെച്ചാൽ കൈ തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അമ്മ അത് അറിഞ്ഞിട്ടില്ല, കൈ തൊടരുത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് അവരത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ കൈ തൊട്ടാൽ എൻ്റെ ഭാഗത്ത് കട്ടാവും, പിന്നെ അവരെ കർമ്മ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാഹുലിന് എന്താ ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഓറയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഹീലായി പോകാറുണ്ട്. അത് വെറുതെ അല്ല, അത് എൻ്റെ ജപശക്തിയാണ്. ഞാൻ അവരുടെ മുമ്പിൽ. അപ്പം ഞാൻ ഇങ്ങനെ താഴെ ഇരിക്കാനാ പറയുക വരുന്ന ആൾക്കാരോട്. ഞാനത് മുകളിലിരിക്കണം, അവർ താഴെ ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. എൻ്റെ ഓറ അവരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴെ ഇരിക്കാൻ പറയും. അപ്പോൾ ഈ ഓറയിലിരിക്കുമ്പോൾ അവർ ഓൾറെഡി, പക്ഷേ ഒരു കുറുമ്പ്, കുഞ്ഞുട്ടിയമ്മയ്ക്ക് ഒരു കുറുമ്പുണ്ടെങ്കിൽ റീഡ് ചെയ്യുകയാണെങ്കിലും ഒരാൾ വിളിക്കുകയാണെങ്കിലും ഒരാൾ വരികയാണെങ്കിലും അവരെങ്ങനെയാണോ എന്നെ കാണാൻ വന്നത് അതേ രീതിക്ക് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുക. ഒരാൾ വരുമ്പോൾ ആയെങ്കിൽ ഒരു തെങ്ങ്, പോയാൽ ഒരു തേങ്ങ, ഇങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് കുഞ്ഞുട്ടിയമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അപ്പം കിട്ടും ചെവിയിൽ, ഈ ആൾ വന്നേക്കണത് ഇന്നതിനാണ്, ആളെന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് നീ വിട്ടോ എന്ന് പറയും. അമിതമായിട്ട് ഭക്തി കാണിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അമിതമായിട്ട് ഭക്തി, വെറും ഉടായ്പ. അവർ ഭക്തിയില്ല, അവർ നമ്മളെ
അമിത ഭക്തി കൊണ്ട് അവർക്ക് കാര്യം നടന്നു പോകണം എന്നുള്ള ചിന്തയിൽ വരണത്. ഈ അമിത ഭക്തിയായിട്ട് ആര് വന്നാലും അവർ സൂക്ഷിക്കണം എന്നാണ്. കാരണം അമിത ഭക്തിയുടെ ആവശ്യമില്ല. ജെനുവിനായിട്ട് വരിക കാര്യം. അപ്പം അമ്മ പറയും ഇയാൾ ഇന്ന പോലെയാണ്, ഇയാൾ ഇന്ന പോലെയാണ്, ഇയാൾ ഇന്ന പോലെയാണ്. അപ്പോൾ എനിക്ക് തന്നെ അങ്ങോട്ട് വിഷമം തോന്നി ചില കേസുകളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ ചെയ്യുക ഭഗവതി. എന്നാൽ ഞാൻ കേട്ടാൽ മതി. നമ്മുടെ രോഹിത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ബുക്ക് ഇറക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, രോഹിത്ത് ഒരു പുസ്തകം ഇറക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. രോഹിത്തിൻ്റെ ഒരു ഫ്രണ്ട് രോഹിത്തിന് നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഞാൻ റീഡിങ് ചെയ്തപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ ഒരു ലൈഫ് നീ നോക്ക്. ഏകദേശം എൻ്റെയൊക്കെ വയസ്സുണ്ട്, എനിക്കിപ്പോൾ 51 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ വയസ്സുണ്ട്, മോനെന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ഞാൻ അങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും 65 വയസ്സായ ആൾക്കാർ എന്നെ അമ്മ തന്നെ ഇപ്പോഴും വിളിക്കണം. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരുപാട് പേര് എന്നെ ഇപ്പോഴും അബാക് മീഡിയയിലെ ഒരുപാട് പ്രേക്ഷകർ, 95% പ്രേക്ഷകർ എന്നെ ആ ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് അമ്മയെന്ന് വിളിച്ചത്. അതിന് അബാക് മീഡിയയോട് ഒരു വലിയൊരു താങ്ക്സ് പറയണം. കാരണം അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ 2 മക്കൾ എനിക്ക് ഇപ്പോൾ കൂടെ ഇല്ല. അപ്പോൾ ഒരുപാട് മക്കൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അത് വളരെ പറഞ്ഞാൽ ഞാനൊരു സ്ത്രീ തന്നെയല്ലേ, ഞാൻ 2 മക്കളെ പ്രസവിച്ചതല്ലേ. അപ്പം അവർക്ക് എന്നെ അവരെ കാഴ്ചവട്ടിൽ കിടക്കണമെന്നാണ് അവർ ചിന്തേണ്ടത്. പക്ഷെ എൻ്റെ വഴി എന്താണെന്ന് എനിക്കറിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. ഞാൻ നല്ല ഹീലറായത് ആർക്ക് വേണ്ടിയിട്ടാണ്? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അത് വിഷമമുണ്ട്. പക്ഷെ ഒരുപാട് അപ്പോൾ ഈ കുട്ടി രോഹിത്ത് ഈ പയ്യൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം വിഷമം തോന്നാൻ കാരണം ഒരമ്മേനെ ഒരു മകൻ സ്നേഹിക്കണത് കണ്ടിട്ട്. ഞാനും ഒരമ്മയാണ്. അപ്പോൾ ആ ഒരു വിഷമം ഞാൻ പറഞ്ഞു, മോനെ നീ ഒരാളെ വെക്ക്. അപ്പം പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ ആളെ വെക്കില്ല, എൻ്റെ അമ്മേനെ ഞാൻ നോക്കും. അപ്പം ചില കാര്യങ്ങൾ ഞാൻ കേട്ടാൽ മതി പ്രശ്നങ്ങൾ സോൾവ് ആവാനും. അപ്പോൾ ഈ പയ്യൻ വളരെയധികം വിഷമിച്ചിട്ട് കരഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ ചിലത് എന്നെ വിഷമിപ്പിച്ച 3 റീഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലും കരഞ്ഞു പോയ 3 റീഡിങ്. അതിലത്തെ ഒരു റീഡിങ് ഈ കുട്ടിയുടെയാണ്. നമ്മുടെ രോഹിത്തിൻ്റെ ഫ്രണ്ടായ ഒരു പയ്യൻ്റെ പേര് ഞാൻ പറയണില്ല, അതിന് വിഷമം ഉണ്ടാച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ ഞാൻ ദൈവത്തോട് വിചാരിച്ചു, എന്തിനാ ഇവരെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കണത്? അവൻ്റെ ലൈഫ് പോലും കളഞ്ഞിട്ട് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിൽക്കുകയല്ലേ. ആ കുട്ടി കുറേ ഇല്ല അനുഭവിച്ചിട്ട് 8ാമത്തെ ദിവസം അമ്മ മരിച്ചു. ഇപ്പം നടന്ന സംഭവമാണ്. എനിക്ക് മെസ്സേജ് ഇട്ട് 25-ാം തീയതി അമ്മ മരിച്ചു. അപ്പോൾ എനിക്ക് റീഡിങ് എടുത്തത് 18-ാം തീയതിയാണ്. ചിലത് ഞാൻ കേട്ടാൽ സോൾവ് ആവുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പറയണതല്ല. എൻ്റെ ഞാൻ അമ്മോട് പരാതി പറഞ്ഞത് തന്നെയാണ്. അതമ്മേ, ആ പയ്യൻ അനുഭവിക്കണത് കാണില്ലേ? അത്ര നല്ലൊരു സ്വഭാവമുള്ളൊരു കുട്ടി, അവൻ്റെ ലൈഫ് പോലും വേണ്ടാന്ന് വെച്ചിട്ടല്ല. അപ്പോൾ രാവിലെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞായിരുന്ന അമ്മ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഞാനെന്ന വ്യക്തിയിലൂടെ സൊല്യൂഷൻ ആവണത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണം? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടല്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച കുറച്ച് സമൂഹത്തിന് വേണ്ടി, എന്നെ ഏൽപ്പിച്ച കുറച്ച് ഹീലിങ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വിചാരം എന്താ, എൻ്റെ മക്കളെ പേരക്കുട്ടികളെയും നോക്കി എൻ്റെ അമ്മ അവിടെ ഇരിക്കണം എന്നാണ് എൻ്റെ മക്കൾ വിചാരിക്കുക. വേറൊരു ജീവിതം ജീവിച്ചപ്പോൾ ഞാനെന്ന സ്ത്രീ ഞാൻ ചുരിദാറിട്ടിട്ടാണ് നടക്കുക. ചുരിദാറിട്ടുണ്ടാകുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എൻ്റെ വസ്ത്രം കംഫർട്ടാവണമെന്നേ ഉള്ളൂ. ഞാൻ വരുന്ന ആൾക്കാരെ നോക്കാതിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സാരി ഒന്നും കൊടുക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഭർത്താവ് 2ാമത് വിവാഹം കഴിക്കേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് നിൻ്റെ ഭർത്താവ് 55 വയസ്സിൽ മരിക്കും, പക്ഷെ നീ വിധവയാവില്ല എന്ന് പറഞ്ഞു. അന്ന് ഇദ്ദേഹത്തിന് കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിനെ കാണാട്ടി 7 വർഷം മുമ്പേ പറഞ്ഞതാണ്, നിൻ്റെ ഭർത്താവ് 55 വയസ്സിൽ മരിക്കും, പക്ഷെ നീ വിധവയാവില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അത്? പക്ഷേ ഞാൻ മറ്റൊരു വിവാഹം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, എനിക്കൊരു വിവാഹം മറ്റൊരു ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും മാത്രം മതിയെന്ന് ദേവിയോട് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പറഞ്ഞത്, നിൻ്റെ ആ നിയോഗം മാറ്റാൻ എനിക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിയെ കാണുന്നത്. ഈ പുള്ളിയെ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, എൻ്റെ കാലശേഷം എൻ്റെ അബിക്ക് ആരും ഉണ്ടാവില്ല എന്നിട്ട് പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തതാണ് ഇദ്ദേഹത്തിന്. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല. ഇത് കെട്ടുകഥയല്ല, എൻ്റെ ലൈഫിൽ നടന്ന കഥയാണ്. ഞാനെന്ന വ്യക്തി ജീവിതാനുഭവമുള്ള, വളരെയധികം ജീവിതാനുഭവമുള്ള ആളാണ്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇതിനാട്ടും വലുത് ബൃഹത്തായത് അവിടെ കിടക്കുക. പലതും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും കുറ്റപ്പെടുത്തേണ്ടി വരിക. അതിൽ എൻ്റെ അമ്മ പോലും എൻ്റെ സഹോദരങ്ങൾ പോലും പെടും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിതൊന്നും ഉണ്ടാതിരിക്കണം. പക്ഷേ നമ്മളെ ഇങ്ങോട്ടൊന്നും മാന്തം വന്നാൽ നമ്മൾ
ചിലപ്പോൾ ഒക്കെ ഞാൻ കണ്ടില്ല എന്നടിക്കും, പക്ഷെ അത് അവർക്ക് ഞാൻ കണ്ടില്ല എന്നടിക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം വരിക. എൻ്റെ ഊർജ്ജത്തിൽ തട്ടിയിട്ട് ഇത് റിജക്റ്റ് ആകുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ വരും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറയുന്ന കൂടെ തീരും. അപ്പോൾ മക്കളെ വിചാരം എന്താ, ഞാനെന്ന അമ്മ എല്ലാം എൻ്റെ കടമകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മാറിയത്. മോളെ കല്യാണം കഴിച്ചു, 2 മക്കളെ പ്രസവം നോക്കി അവളെ സേഫാക്കി വിട്ടിട്ടാണ് ഞാനെന്ന വ്യക്തി എൻ്റെ പാത്തിലേക്ക് കടന്നേക്കണത്. മോന് വലുതാക്കി അവനൊരു ജോലിയാക്കി കൊടുത്തിട്ടാണ്. ഇനി ഇതിലൊരമ്മയ്ക്ക് ചെയ്യാനില്ല. ഒരമ്മയ്ക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കടം ബാധ്യതയും പറഞ്ഞാൽ അത് എൻ്റെ ഉത്തരവാദിത്തം അല്ലല്ലോ. 25 വയസ്സായ മകനും 50 വയസ്സായ അച്ഛനും കടത്തിനും ബാധ്യത ഉത്തരവാദിത്തമില്ലേ? ഇല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഞാനെന്ന വ്യക്തി സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കണത്, എന്നിലെ നന്മ ചൂഷണം ചെയ്യപ്പെട്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ജീവിതം പഠിച്ചൊരു വ്യക്തിക്കാണ് ടാരോ പഠിപ്പിക്കാനും പഠിക്കാനും വായിച്ചു കൊടുക്കാനും പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ടൊരാളെ ജീവിതം പഠിച്ചിരിക്കണം. അതെൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണം.